വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2025 പി എസ് സി ചോദിച്ച ഇംഗ്ലീഷ് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ചാനലിൽ പുതിയ STRT ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, fill in the blank using the appropriate form of the verb. സെന്റൻസ് എന്താണെന്നിരിക്കുന്നത്? യൂഷ്വലി ദേ പ്ലേ ക്രിക്കറ്റ് ബട്ട് നൗ ദേ ഡേസ് ഫുട്ബോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യൂഷ്വലി അവർ എപ്പോഴും അവർ സാധാരണയായിട്ട് എന്താണ് ക്രിക്കറ്റ് ആണ് കളിക്കാറുള്ളത്. പക്ഷെ അവരിപ്പോ എന്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത്? ഫുട്ബോൾ ആണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അങ്ങനെ പറയുമ്പോൾ ദേ കഴിഞ്ഞ് നമ്മൾ എന്താണ് ഉപയോഗിക്കുക? പ്ലൂറൽ ഫോം ആണ് ഉപയോഗിക്കുക. അപ്പൊ തന്നിരിക്കുന്നത് ഏതാണ് പ്ലൂറൽ ഫോം? ഏതാണ്? ആറാണ് അല്ലെ. ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. ഇപ്പൊ അവര് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുട്ബോൾ ആണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ എന്നാണ് വരുന്നത്. ബി ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സെലക്ട് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗ് ആണ് ചോദിച്ചിരിക്കേണ്ട. ദ റിയലി വിസിറ്റേഴ്സ് എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ ടാഗ് കിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാനായിട്ട് നോക്കാം. അപ്പൊ എന്താ പറയുന്നത്? ക്വസ്റ്റ്യൻ ടാഗ് വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് സെന്റൻസ് നോക്കുമ്പോൾ അത് പോസിറ്റീവ് സെന്റൻസ് ആണോ നെഗറ്റീവ് സെന്റൻസ് ആണോ നോക്കും. നമുക്ക് തന്നിരിക്കുന്നത് എങ്ങനെയാണ്? പോസിറ്റീവ് സെന്റൻസ് ആണോ നെഗറ്റീവ് സെന്റൻസ് ആണോ നമുക്കറിയാം. ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നെഗറ്റീവ് സെന്റൻസ് ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? ആ ഒരു സെന്റൻസ് എന്തൊക്കെ ഉണ്ടായിരിക്കും? നോ ഉണ്ടാവാം, നോ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുക? നോ ഉണ്ടായിരിക്കും, നൺ ഉണ്ടായിരിക്കും, നോ, നൺ, നെയ്തർ, നെയ്തർ. അതുപോലെ തന്നെ ഹാർഡ്ലി, ഹാർഡ്ലി, scarcely, scarcely, few, seldom, എന്നിവയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ റയർലി ട്ടോ, റയർലി എന്നിവയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത്? ഏതെന്താണ് നെഗറ്റീവ് സെന്റൻസ് ആണത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നതിന് റെയർലി എന്ന് പറയും തന്നിട്ടുണ്ട്. അപ്പൊ നെഗറ്റീവ് സെന്റൻസ് ആണെന്ന് മനസ്സിലായി. നമ്മൾ സാധാരണയായിട്ട് ആദ്യം നമ്മൾ എന്ത് നോക്കും? വിസിറ്റ് എന്ന് പറയുന്ന വേർഡ് നോക്കും അല്ലെ. വിസിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡു ആണല്ലോ വരുന്നത്. വിസിറ്റ് എന്ന് പറയുന്നത് ഡു ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഡു എന്ന് കൊടുത്തു. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഡു എന്ന് നമ്മൾ കൊടുത്തു. അതിനുശേഷം നമുക്ക് നോക്കി നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ നെഗറ്റീവ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. നെഗറ്റീവ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോട്ട് എന്നുള്ളത് കൂട്ടിച്ചേർക്കണം. ഡോണ്ട് എന്ന് വരും അല്ലെ. പക്ഷെ നമുക്ക് നെഗറ്റീവ് ആണ് തന്നിട്ടുണ്ട്. കാരണം നമുക്ക് ആ നോട്ടിന് ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഡു ദേ എന്ന് വരും അല്ലെ. ഡു ദേ എന്നാണ് ആൻസർ വരുന്നത്. ഏതാണ് വരുന്നത്? ഡു ദേ എന്നാണ് ആൻസർ വരുന്നത്. ക്ലിയർ ആയല്ലോ? ഈ ക്വസ്റ്റ്യൻ ഒക്കെ കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക്സ് ആണ്. അപ്പൊ അത് പഠിച്ചതിന് ശേഷം ക്ലാസ് കാണുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഉപകാരപ്രദമായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ്. The proposal was dash due to lack of funds. The proposal was dash due to lack of funds. അപ്പൊ ആ പ്രപ്പോസൽ വേണ്ടാന്ന് വെക്കാണ് അല്ലെ. ലാക്ക് ഓഫ് ഫണ്ട് കാരണം വേണ്ടാന്ന് വെക്കാണ് അവിടെ അർത്ഥം വരേണ്ടത്. അപ്പൊ നമ്മൾ എന്താണ് ഉപയോഗിക്കുക? ടേൺ ഡൗൺ എന്നാണ് ഉപയോഗിക്കുക. ടേൺ ഡൗണിന്റെ അർത്ഥം മീനിങ് എന്താ വരുന്നത്? റിജക്ട് സംതിങ് ഓഫേർഡ് ഓർ പ്രപ്പോസ്ഡ്. ഒന്നില്ലെങ്കിൽ ഓഫർ ചെയ്തിട്ടുള്ള പ്രപ്പോസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സംഭവം നമ്മൾ റിജക്ട് ചെയ്യണേനെയാണ് എന്ന് പറയുന്നത് ടേൺ ഡൗൺ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ വരുന്നത്? ടേൺ ഡൗൺ എന്നാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐ തിങ്ക് ദ മാനേജർ ഈസ് ഡ്രാഗിങ് ഹിസ് ഫീറ്റ് ഇൻ ദിസ് കേസ്. ദിസ് സെന്റൻസ് ക്യാൻ ബി ഇന്റർപ്രറ്റഡ് ആസ്. എന്താണ് ആൻസർ വരുന്നത്? ഏതാണ്? സി ആണ് വരുന്നത്. ദ മാനേജർ ഈസ് ആക്ടിങ് സ്ലോലി ഇൻ ദിസ് കേസ് ബിക്കോസ് ഹി ഡസ് നോട്ട് വാണ്ട് ടു ഡു ഇറ്റ്. അപ്പൊ എന്താണ് വരുന്നത്? ഐ തിങ്ക് ദ മാനേജർ ഇസ് ഡ്രാഗിങ് ഹിസ് ഫീറ്റ് ഇൻ ദിസ് കേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന് എന്താണ് വരുന്നത്? എങ്ങനെയാണ് ഇതാ? ദ മാനേജർ ഇസ് ആക്ടിങ് സ്ലോലി ഇൻ ദി കേസ് ബിക്കോസ് ഹി ഡസ് നോട്ട് വാണ്ട് ടു ഡു ഇറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ സെന്റൻസ് യൂസിങ് ദ കറക്റ്റ് ഓപ്ഷൻ. ഇഫ് ഐ ഹാഡ് എ കാർ ഐ. അവിടെ എന്താ വന്നിരിക്കുന്നത്? ഇഫ് ക്ലോസ് ആണ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇഫ് ക്ലോസ് അറിയുന്നതായിരിക്കല്ലോ. അപ്പൊ ഇഫ് ക്ലോസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാ. അതായത് നമുക്കറിയാം ഇഫ് ക്ലോസിലെ 3 ടെൻസുകളാണ് വരുന്നത്. ഏതൊക്കെയാണ്? സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പ്രസന്റ്, അതുപോലെ തന്നെ സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റ്, പിന്നെ വരുന്നത് എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന 3 ടെൻസുകളാണ് കൂടുതലും വരുന്നത്. ഇതില് സിമ്പിൾ പ്രസന്റ് ആണ് സെന്റൻസ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്?
വില്ല്, ഷാള്, വില്ല്, ഷോള്, ക്യാന് അങ്ങനെയൊക്കെ പറയുന്നില്ലേ? വില്ല്, ഷോള്, ക്യാൻ, മേ എന്നൊക്കെ പറയുന്നതിനൊപ്പം നമ്മള് V1 ഫോം, അതായത് ഫസ്റ്റ് ടെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. V1 ഫോം ആണ് ഉപയോഗിക്കേണ്ട. ഇനി പാസ്റ്റ് ടെൻസ് ആണെന്നുണ്ടെങ്കിൽ, പാസ്റ്റ് ടെൻസ് ആണ് സെന്റൻസ് തന്നെ നമ്മൾ എന്ത് ഉപയോഗിക്കും? വില്ലിന് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കും? വുഡ്. അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ പാസ്റ്റ് ചെയ്താ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് എന്നൊക്കെ പറയും. പ്ലസ് നമ്മൾ എന്ത് ഉപയോഗിക്കും? V1 ഫോം തന്നെയാണ് ഉപയോഗിക്കുന്നത്. V1 ഫോം, അതായത് ഫസ്റ്റ് വെർബ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് വെർബ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇനി അതല്ല, നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് സെന്റൻസ് ഉണ്ടെങ്കിൽ, പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് പറയുന്നത്? എങ്ങനെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലാക്കുക? ഹാഡ് പ്ലസ് V3 എന്നായിരിക്കും അല്ലെ? അതായത് ഹാഡ് പ്ലസ് V3, അതായത് ഹാഡ് റിട്ടൺ എന്നൊക്കെ പറയുന്ന ഹാഡ് പ്ലസ് V3 ഫോം ഉണ്ടെന്നുണ്ടെങ്കിലാണ് ആ സെന്റൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കാം. ആ പാസ്റ്റ് പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എപ്പോഴും എന്തായിരിക്കും? വുഡ്, ഷുഡ് ഹാവ്. വുഡ്, ഷുഡ് ഹാവ് എന്ന് പറയുന്ന പാസ്റ്റ് തന്നെ കേട്ടോ. വുഡ്, ഷുഡ് ഹാവ് എന്ന് പറയുന്ന സംഭവങ്ങള് പ്ലസ് എന്താണ് അവിടെ? V3 ഫോം ആണ് ഉപയോഗിക്കുക. V3 ഫോം ആണ് ഉപയോഗിക്കുക. ഇത് നന്നായി പഠിച്ചു വെച്ചാൽ മാത്രമാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് 3 ടെൻസുകളാണ് ഉണ്ടായിരിക്കുക: പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്. അതായത് നമ്മൾ ഒരു സെന്റൻസ് തന്നിരിക്കുന്ന പ്രസന്റ് ടെൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മ മെയിൻ ക്ലോസിന് അവിടെ എന്ത് ഉപയോഗിക്കും? വില്ല്, ഷോള്, ക്യാൻ, മേ പ്ലസ് V1 ഫോം ആണ് ഉപയോഗിക്കുക. പാസ്റ്റ് ടെൻസ് ആണെന്നുണ്ടെങ്കിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് എന്നൊക്കെ പറയുന്നത് ഇതിന്റെയൊക്കെ പാസ്റ്റ്, വില്ലിനൊക്കെ അതിന്റെയൊക്കെ പാസ്റ്റ് ഉപയോഗിക്കും. പ്ലസ് V1 ഫോം തന്നെയാണ് ഉപയോഗിക്കുക. ഫസ്റ്റ് വെർബ് തന്നെയാണ് ഉപയോഗിക്കുക. എന്നാൽ പാസ്റ്റ് പെർഫെക്റ്റ് തരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പൊ പാസ്റ്റ് ടെൻസ് ആണല്ലോ, പാസ്റ്റ് ഉപയോഗിക്കും. പ്ലസ് നമ്മൾ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലസ് നമ്മൾ എന്ത് ഉപയോഗിക്കും? V3 ഫോം ആണ് ഉപയോഗിക്കുക. മൂന്നാമത്തെ വെർബ് അതാണ് അവിടുത്തെ ലാസ്റ്റ് മാത്രമാണ്, പാസ്റ്റ് പെർഫെക്റ്റ് മാത്രമാണ് നമ്മൾ മൂന്നാമത്തെ വെർബ് ഉപയോഗിച്ചിട്ടുള്ളത്, V3 ഫോം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കി, ഇഫ് ഐ ഹാഡ് എ കാർ ഐ ഡേഷ് എന്നാണ് തന്നിരിക്കുന്നത് അല്ലെ. ഇഫ് ഐ ഹാഡ് എ കാർ എന്ന് പറഞ്ഞത് എന്താണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണല്ലോ അല്ലെ. ഹേഡ് പ്ലസ് V3 ഫോം ആണ് വന്നിരിക്കുന്നത്. ഹേഡ് കഴിഞ്ഞിട്ട് നമുക്ക് എ കാർ എന്നാണ് നൽകിയിരിക്കുന്നത്. നേരെ മറിച്ച് ഹേഡ് റിട്ടൺ അല്ലെങ്കിൽ നമുക്ക് V3 ഫോംസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്തായാലും അവിടെ അതെന്താന്ന് മനസ്സിലാക്കണം? സെന്റൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലാക്കണം. ടെൻസ് ഒക്കെ പഠിച്ചിട്ടുള്ളതല്ലേ. അപ്പൊ ഇഫ് ഐ ഹാഡ് എ കാർ എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് മനസ്സിലായി. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ എന്ത് പറഞ്ഞു? വുഡ് അല്ലെങ്കിൽ ഷുഡ്, വുഡ് അല്ലെങ്കിൽ മൈറ്റ് എന്നൊക്കെ പറയുന്നതിനൊപ്പം നമ്മൾ V1 ഫോം ആണ് ഉപയോഗിക്കാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നതിൽ നോക്കിയേ, ഇഫ് ഐ ഹാഡ് എ കാർ, നമ്മൾ ഈ കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു വുഡ് ആണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു അല്ലെ. അപ്പൊ നമുക്ക് വുഡ് എന്നുള്ളത് ഇവിടുന്ന് ഓപ്ഷൻ പിക്ക് ചെയ്യാണ്. വുഡ് ഞാൻ പിക്ക് ചെയ്തു കേട്ടോ. വുഡ്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞു? V1 ഫോം ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഡ്രോപ്പ് എന്ന് പറയുന്നതല്ലേ V1 എന്ന് പറയുന്നത്? ഡ്രോപ്പ് അല്ലെ. ഡ്രോപ്പ് എന്നൊക്കെ പറയുന്നത് V2 അല്ലേ. നമുക്ക് തന്നിരിക്കുന്നതിൽ നോക്കിയേ, ഹാവ് ഡ്രോപ്പ് എന്നൊക്കെ പറഞ്ഞ് നൽകിയിട്ട് നമുക്ക് ഇതിനൊന്നും ആവശ്യമില്ല അല്ലെ. നമ്മൾ ഡ്രോപ്പ് എന്ന് പറഞ്ഞു. ഡ്രോപ്പ് ആണ് V1 ഫോം എന്ന് പറയുന്നത്. വുഡ് ഡ്രോപ്പ് യു അറ്റ് ദ ബസ് സ്റ്റോപ്പ് എന്നാണ് ആൻസർ വരുന്നത്. ക്ലിയർ ആയാലോ? അതായത് ഇഫ് ഐ ഹാഡ് എ കാർ എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെന്നുണ്ടെങ്കിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 ഫോം ആണ് ഉപയോഗിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്നതിൽ എന്താണ്? വുഡ് ഡ്രോപ്പ് യു അറ്റ് ദ ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നതാണ് തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് among the following is a synonym of the word disposition? ഡിസ്പോസിഷന്റെ സിനോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ക്യാരക്ടർ ആണ് വരുന്നത്. ക്യാരക്ടർ ആണ്. ഡിസ്പോസിഷന്റെ സിനോണിം എന്ന് പറയുന്നതാണ് ക്യാരക്ടർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേഞ്ച് ഇൻ ടു കമ്പാരിറ്റീവ് ഡിഗ്രി. കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് ചേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. രാജീവ് ഈസ് ദ ടോളസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ്. അപ്പൊ ടോളസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? കമ്പാരിറ്റീവ് ഡിഗ്രിയും അതുപോലെ തന്നെ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഒക്കെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതായത് 3 ഡിഗ്രീസ് ആണ് ഉള്ളത്. പോസിറ്റീവ് ഡിഗ്രി ഉണ്ട്, കമ്പാരിറ്റീവ് ഡിഗ്രി ഉണ്ട്, സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉണ്ട്. പോസിറ്റീവ് ഡിഗ്രി എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരു വ്യക്തി അല്ലെങ്കിൽ വസ്തുവിനെ മാത്രമായിട്ട് പറയുന്നതിനാണ് പോസിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത്. ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വ്യക്തി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ പോസിറ്റീവ് ഡിഗ്രിയിൽ. പോസിറ്റീവ് ഡിഗ്രിയിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തു മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇനി നമ്മൾ പറയുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അത് 2 വ്യക്തികൾ അല്ലെങ്കിൽ 2 വസ്തുക്കൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോഴായിരിക്കും. 2 വസ്തുക്കൾ അല്ലെങ്കിൽ 2 വ്യക്തികൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോഴാണ് കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത് കേട്ടോ. കമ്പാരിറ്റീവ് ഡിഗ്രി കേട്ടോ. കമ്പാരിറ്റീവ് ഡിഗ്രി. കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു 2 വ്യക്തികളെയും 2 വസ്തുക്കളെയും തമ്മിൽ താരതമ്യം ചെയ്യാം. അപ്പൊ അവിടെ കൂടുതലായിട്ട് വരുന്നത് ഏതൊക്കെയായിരിക്കും? ദാൻ എന്ന് പറയുന്നതായിരിക്കും. അവിടെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? ദാൻ ആണ് ഉപയോഗിക്കുന്നത്. കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? ദാൻ ആണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാലും നമുക്കതിൽ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ, എക്സെപ്ഷൻ ഒക്കെ ഉണ്ടാവും. എല്ലാത്തിനും ഉണ്ടാവാറുള്ള പോലെ തന്നെ
പ്രിഫർ, ജൂനിയർ, സീനിയർ, ഇൻഫീരിയർ, സുപ്പീരിയർ, ആന്റീരിയർ, പോസ്റ്റീരിയർ എന്നിവയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ടു എന്നായിരിക്കും ഉപയോഗിക്കുന്നത്. അതായത് പ്രിഫർ ടു, അതങ്ങനെ പഠിച്ചു വെക്കാം. പ്രിഫർ കഴിഞ്ഞ ടു ആയിരിക്കും, അങ്ങനെ പഠിച്ചു വെക്കാം. പ്രിഫർ ടു, ജൂനിയർ ടു, സീനിയർ ടു, ഇൻഫീരിയർ ടു, സുപ്പീരിയർ ടു, ആന്റീരിയർ ടു, പോസ്റ്റീരിയർ ടു എന്നാണ് വരാം. അതായത് നമ്മൾ പ്രിഫർ ദാൻ എന്ന് പറയില്ല, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്രിഫർ ടു, ജൂനിയർ ടു, സീനിയർ ടു, ഇൻഫീരിയർ ടു, സുപ്പീരിയർ ടു, ആന്റീരിയർ ടു, പോസ്റ്റീരിയർ ടു എന്നാണ് വരാം. അതങ്ങനെ അങ്ങനെ പഠിച്ചു വെക്കാം. അത്രമാത്രം അത് പഠിച്ചു വെക്കാം കേട്ടോ. അപ്പൊ കമ്പാരിറ്റീവ് ഡിഗ്രി നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ പറഞ്ഞത്? സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ 2 വസ്തുക്കൾ മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് രണ്ടിൽ കൂടുതൽ വ്യക്തികൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ വസ്തുക്കൾ തമ്മിൽ താരതമ്യം ചെയ്യുന്നതിനാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത്. അവിടെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഫോം ഏതാണെന്ന് വെച്ചാൽ EST എന്ന് പറയുന്ന ഫോം ആയിരിക്കും. അതായത് ടോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? ടോളസ്റ്റ് എന്ന് പറയും. ലാർജ് ആണെങ്കിലോ ലാർജസ്റ്റ് എന്ന് പറയും. അപ്പൊ അതാണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുമ്പോൾ ഈ EST വരുന്ന സംഭവമില്ലേ, EST ടോളസ്റ്റ് അല്ലെങ്കിൽ ലാർജസ്റ്റ് എന്നൊക്കെ പറയുന്നില്ലേ, അതിന് മുമ്പ് നമ്മൾ എന്ത് ഉപയോഗിക്കും? ദാ എന്നും കൂടി ഉപയോഗിക്കും. ദാന്നും കൂടി ഉപയോഗിക്കുമെന്നും പഠിച്ചിരിക്കുക. ദാന്ന് ഉപയോഗിച്ചാൽ മതി. ദാക്ക് ശേഷമാണ് ലാർജസ്റ്റ് അല്ലെങ്കിൽ എന്താ പറയുന്നത്, സ്മോളസ്റ്റ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്? രാജു ഈസ് ദ ടോളസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തന്നിരിക്കുന്നതാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്. കമ്പാരിറ്റീവ് ഡിഗ്രിയിലാണ് നമ്മൾ എന്ത് പറഞ്ഞു? ദെൻ എന്തായാലും വരുന്നു പറഞ്ഞു അല്ലെ. അപ്പൊ രാജീവ് ഈസ് ടോളർ. പിന്നെ അതുപോലെ തന്നെ ഈ ആർ എന്നുള്ള ഒരു ഫോമും കൂടി വരുന്നുണ്ട്. ഈ ആർ എന്നുള്ള ഫോം കൂടി എല്ലാത്തിലും വരുന്നതാണ്. ഈ ആർ എന്നുള്ള ഫോം കൂടി അതും പഠിച്ചിരിക്കാം. നമ്മ എന്താണ് പറഞ്ഞത്? ധേൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ആർ എന്നുള്ള ഫോം കൂടുതലായിട്ട് വരുന്നത് ഈ കമ്പാരിറ്റീവ് ഡിഗ്രിയിലാണെന്ന് കൂടെ പഠിച്ചിരിക്കാം. അപ്പൊ രാജീവ് ഈസ് ടോളർ ദെൻ all the other boys in the class. Raji is taller than all the other boys in the class. Next question. A group of soldiers is called. A group of soldiers എന്താ വിളിക്കുക? ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സ് എന്നാ വിളിക്കുന്ന ട്രൂപ്പ് കേട്ടോ. ട്രൂപ്പ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സ് എന്നാണ് ട്രൂപ്പ് കേട്ടോ. ട്രൂപ്പ് എ ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിക്ക് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഫ്രം ദ ഫോളോയിങ്. എന്ന് നോക്കിയേ, നമുക്ക് തന്നിട്ടുള്ള വേർഡ് നോക്കിയേ. നമ്മൾ എങ്ങനെ ജസ്റ്റ് ഒന്ന് സ്റ്റിൽ ഹൗട്ടെ അങ്ങനെ പഠിച്ചു വെക്കാം. നമുക്ക് കറക്റ്റ് എഴുതാൻ പറ്റുന്ന രീതിയിൽ പഠിച്ചു. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ആയിട്ടുള്ള പഠിക്കാണ്ട് നമ്മൾ എഴുതാൻ ഇതിൽ പഠിച്ചു വെക്കാം. നമുക്ക് സിൽ എന്ന് പറഞ്ഞു വന്നില്ലേ, ഒരു എല്ലോ മാത്രമാണ് വന്നിരിക്കുന്നത്. സിൽ എന്ന് പറയുമ്പോൾ ഒരു എല്ലോ മാത്രമാണ് വന്നിരിക്കുന്നത്. പിന്നെ ഹൗ അല്ലെ, HOUE വന്നു. അതിനുശേഷം 2 TTE അല്ലെ. ഓക്കെ, സിൽ ഹൗ ടേ എന്ന് പറയുന്ന ആൻസർ ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ്, ചേഞ്ച് ഇൻ ടു ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. റിത ആസ്ക്ഡ് രമേശ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഡു യു നോ ദ ആൻസർ? നിങ്ങൾക്ക് ആൻസർ അറിയുന്നില്ലേ? ഡു യു നോ ദ ആൻസർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ വരാ? റിത ആസ്ക്ഡ് രമേശ് വെദർ എന്നല്ലേ വരില്ലേ? വെദർ ഹി ന്യൂ ദ ആൻസർ എന്നാണ് ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് വരുന്നത്. റിത ആസ്ക്ഡ് രമേശ് വെദർ ഹി ന്യൂ ദ ആൻസർ. അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ ഇഫ് അല്ലെങ്കിൽ വെദർ ആണ് ഉപയോഗിക്കുക. എന്ത് കാരണമായിരിക്കും? കാരണം എന്താണ്, ഇവിടെ നമുക്ക് യെസ് ഓർ നോ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലേ വന്നിരിക്കുന്നത്. ഡു യു നോ ദ ആൻസർ? ആൻസർ അറിയോ? ഉണ്ടോ ഇല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ഡു യു നോ, അതുപോലെ ഡിഡിന്റ് യു, ഡസന്റ് യു അങ്ങനെയൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ഇഫ് അല്ലെങ്കിൽ വെദർ ആണ് ഉപയോഗിക്കുക. സാധാരണയായിട്ട് ആറ് വരാണെന്നുണ്ടെങ്കിലാണ് വെദർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വേറെ വരാണെന്നുണ്ടെങ്കിൽ ഇഫ് ഒക്കെയാണ് ഉപയോഗിക്കുക. അപ്പൊ ഇഫും വെദർ ഉപയോഗിക്കുന്നത് ഡു യു നോ ദ ആൻസർ, അങ്ങനെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് ഉപയോഗിക്കുക എന്നും പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോ ഇതാണ് ഇതിന്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസസ് കറക്റ്റ്ലി യൂസസ് ആൻ ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത സെന്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. എന്താണ്? ദേ സ്റ്റേഡ് അറ്റ് എ ഹോട്ടൽ നിയർ ദ സീ. എന്താണ്? ദേ സ്റ്റേഡ് അറ്റ് എ ഹോട്ടൽ നിയർ ദ സീ എന്ന് പറയുന്നതാണ് കറക്റ്റ് ആർട്ടിക്കിൾ, കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ കറക്റ്റ് സെന്റൻസ് വിത്ത് പ്രോപ്പർ സബ്ജക്ട് വേർഡ് കോൺകോഡ്. കോൺകോഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദ കറക്റ്റ് സെന്റൻസ് കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നെയ്തർ ഹി നോർ ഹിസ് വൈഫ് വാസ് ദേർ എന്നാണ്. നെയ്തർ ഹി നോർ ഹിസ് വൈഫ് വാസ് ദേർ. Next question. Choose the correct preposition to complete a sentence. I am a fond music. I am fond of music കേട്ടോ. ഓഫ് മ്യൂസിക് എന്നാണ് വരാ. ഓഫ് മ്യൂസിക്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഫേസൽ വെർബ്. തന്നിരിക്കുന്നതിൽ ഏതാണ് ഫേസൽ വെർബ്? ഏതാണ്? ലുക്ക് ഇൻ ടു അല്ലെ, ലുക്ക് ഇൻ ടു എന്ന് പറയുന്നതാണ് ഫേസൽ വെർബ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റീറൈറ്റ് ദ സെന്റൻസ് യൂസിങ് ദ കറക്റ്റ് ഫോം ഓഫ് എ ജെറൻഡ്. ജെറൻഡ് ഉപയോഗിച്ചിട്ട് കറക്റ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, സീയിങ് ഈസ് ബിലീവിങ്. സീയിങ് ഈസ് ബിലീവിങ് എന്ന് പറയുന്നതാണ് കറക്റ്റ് സെന്റൻസ്. സീയിങ് ഈസ് ബിലീവിങ്. നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എ ഡിറ്റർമിനർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എ ഡിറ്റർമിനർ എന്ന് പറയുന്നതിന്റെ എക്സാമ്പിൾ ഏതാണ്? ഏതാണ്? സെവറൽ. സെവറൽ എന്ന് പറയുന്നതാണ് ഡിറ്റർമിനറിന്റെ എന്ന് പറയുന്നത് എക്സാമ്പിൾ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസ് ഇസ് ഓക്സിലറി വെർബ്. ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ്? ദേ ഹാവ് ഫിനിഷ്ഡ് ദയർ ഡ്യൂട്ടി. ദേ ഹാവ് ഫിനിഷ്ഡ് ദയർ ഡ്യൂട്ടി. ദേ ഹാവ് ഫിനിഷ്ഡ് ദയർ ഡ്യൂട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ഫണ്ടമെന്റൽ എബിലിറ്റീസ് റിക്വയർഡ് ഫോർ എഫക്റ്റീവ് ലാംഗ്വേജ്. എഫക്റ്റീവ് ലാംഗ്വേജിന് വേണ്ട ഫണ്ടമെന്റൽ എബിലിറ്റീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? അക്വയറിംഗ് ലിസണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസ്. അക്വയറിംഗ് ലിസണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ ഗ്രേറ്റ് ലിറ്ററസി ഓർ ആർട്ടിസ്റ്റിക് വർക്ക് ഈസ് നോൺ ആസ്. എ ഗ്രേറ്റ് ലിറ്ററസി ഓർ ആർട്ടിസ്റ്റിക് വർക്കിനെ എന്നാ പറയുന്നത്? മാഗ്നം ഓപ്പസ്. മാഗ്നം ഓപ്പസ്. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ബ്രാക്കറ്റ്സ്. കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വൺ ഓഫ് ദ ബോയ്സ് ഡാഷ് ആബ്സെന്റ് ടുഡേ. വൺ ഓഫ് ദ ബോയ്സ് ഡാഷ് ഓർ ആബ്സെന്റ് ടുഡേ. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ നോക്കാം. വൺ ഓഫ് ദ എന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്നത്. അപ്പൊ ഈ വൺ ഓഫ് ദക്ക് ശേഷം എപ്പോഴും എന്താണ് വരാ? വൺ ഓഫ് ദക്ക് ശേഷം എപ്പോഴും വരുന്നത്. വൺ ഓഫ് ദക്ക് ശേഷം എപ്പോഴും വരുന്നത് പ്ലൂറൽ നൗണും സിംഗുലർ വെർബുമായിരിക്കും. പ്ലൂറൽ നൗൺ പ്ലൂറൽ നൗണും അതുപോലെ തന്നെ പ്ലൂറൽ നൗൺ. അപ്പൊ നോക്കിയൊക്കെ ഇവിടെ ബോയ്സ് നല്ല തന്നിരിക്കുന്നത് എന്താണ്? പ്ലൂറൽ ആണല്ലോ, എസ് കൂടി ചേർത്തിട്ടുണ്ടല്ലോ അല്ലെ. അപ്പൊ ഇത് പ്ലൂറൽ നൗൺ ആണ്. സിംഗിൾ വെർബ് ആണ് അവിടെ വരുന്നത്. അപ്പൊ തന്നിരിക്കുന്നത് ഏതാണ് സിംഗിൾ വെർബ്? നോക്കിയൊക്കെ ഈസ് ആണല്ലോ. സിംഗിൾ വെർബ് എന്ന് പറയുന്നത് ഏതാണ്? ഈസ് ആണ് സിംഗിൾ വെർബ് എന്ന് പറയുന്നത്. അപ്പൊ പഠിച്ചു വെക്കുക. അത് ഇങ്ങനത്തെ കുറെ ഇതുണ്ട് കേട്ടോ. അപ്പൊ വൺ ഓഫ് ദക്ക് ശേഷം നമ്മൾ എപ്പോഴും പ്ലൂറൽ നൗണും സിംഗുലർ വെർബ് ആണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി പ്ലൂറൽ നൗൺ ആണ് തന്നിരിക്കുന്നത്. ബോയ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ നൗൺ ആണ്. സിംഗുലർ വെർബ് എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് ഈസ് ആണ്. അപ്പോ വൺ ഓഫ് ദ ബോയ്സ് ഈസ് ആബ്സെന്റ് ടുഡേ. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐ ആം എ പോലീസ്മാൻ. ക്വസ്റ്റ്യൻ്റെ കാണല്ലേ ഐ ആം എ പോലീസ്മാൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഐ ആം എ അത് കാണാൻ പഠിച്ചിരിക്കാം കേട്ടോ. ഐ ആം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും R×I വരാ. R×I വരാ. ഐ ആം എന്ന് വെച്ചാൽ എന്തായാലും നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. R×I തന്നെയാണ് എപ്പോഴും ആൻസർ വരാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇറ്റ്സ് ഹൈ ടൈം യു ഡാഷ് സ്മോക്കിംഗ്. എന്താണ് പറയുന്നത്? ഇറ്റ്സ് ഹൈ ടൈം യു ഡാഷ് സ്മോക്കിംഗ് എന്ന് പറയുമ്പോൾ ഏതാ വരുന്നത്? സ്റ്റോപ്ഡ് സ്മോക്കിംഗ്. ഇറ്റ്സ് ഹൈ ടൈം യു സ്റ്റോപ്ഡ് സ്മോക്കിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇഫ് യു സ്റ്റാർട്ട് ഇയർലി യു ഡാഷ് റീച്ച് ഇൻ ടൈം. നോക്കിയേ ഇവിടെ തന്നിരിക്കുന്നത് നോക്കി നമ്മൾ നേരത്തെ പറഞ്ഞ നോക്കി നോക്കിയാൽ ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. ഇഫ് യു സ്റ്റാർട്ട് ഇയർലി അപ്പൊ നമുക്ക് തന്നിരിക്കുന്നതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ എന്താണ്? വില്ല്, ഷോള്, ക്യാന് അതുപോലെ തന്നെ മേ പ്ലസ് V1 ഫോം ആണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. നമുക്ക് തന്നിരിക്കുന്നതിൽ ഇഫ് യു സ്റ്റാർട്ട് ഇയർലി എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. യു ഡാഷ് റീച്ച് എന്ന് പറയുന്നതാണ് V1 ഫോം ആണ്, വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ്. അപ്പൊ നമ്മൾ എന്താ ഉപയോഗിക്കുക? വില്ല് അല്ലെങ്കിൽ ക്യാൻ അല്ലേ. നമുക്ക് തന്നിരിക്കുന്നതാണ് വില്ലാണ്. അപ്പൊ വില്ലാണ് വരുന്നത്. ഇഫ് യു സ്റ്റാർട്ട് ഇയർലി യു വിൽ റീച്ച് ഇൻ ടൈം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലെറ്റ്സ് നോട്ട് yield ഡാഷ് ടെംപ്റ്റേഷൻ. ലെറ്റ്സ് നോട്ട് yield ഡാഷ് ടെംപ്റ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താ വരാം? ലെറ്റ്സ് നോട്ട് yield to. yield കഴിഞ്ഞപ്പോഴും ടു ആണ് ഉപയോഗിക്കുന്നത്. yield to temptation. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ all the assignments should be submitted on time dash they will not be evaluated. all the assignments should be submitted on the time. കറക്റ്റ് ടൈമിൽ വെക്കണം എന്നല്ലേ പറഞ്ഞിരിക്കേണ്ട. otherwise ആണല്ലേ അവിടെ എന്താ വരുന്നത്? otherwise അല്ലാന്നുണ്ടെങ്കിൽ അല്ലാത്ത പക്ഷം they will not be evaluated. അല്ലാന്നുണ്ടെങ്കിൽ evaluate ചെയ്യില്ല. otherwise they will not be evaluated. Next question. You had better dash that music down before you dad gets angry. എന്ന് പറയുന്നത് you had better എന്ന് പറഞ്ഞാൽ എന്താ വരാ? ഏതാണ് വരുന്നത്? you had better ശേഷം turn അല്ലേ? turn ഫസ്റ്റ് ഫോം. ഓക്കെ you had better എന്താ വരെ? turn that music down before you dad gets angry. Next question. She takes after her father. The phrasal verb takes after in the given sentence means she takes
ആഫ്റ്റർ ഹെർ ഫാദർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ടേക്സ് ആഫ്റ്റർ മീനിങ് എന്താണ്? റിസംബിൾസ്, റിസംബിൾസ്, റിസംബിൾസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐ റൈറ്റ് ഡാഷ് എവറി ഡേ. ഐ റൈറ്റ് ഡാഷ് എവറി ഡേ എന്ന് പറയുമ്പോൾ എന്താ വരാം? എന്താണ്? ഡയറി ആണ് തന്നിരിക്കുന്നത്. കറക്റ്റ് സ്പെല്ലിംഗ് ആണ് കണ്ടെത്തേണ്ടത്. ഡയറിയുടെ സ്പെല്ലിംഗ് എന്താണ്? DIARY ആണ് അല്ലെ? DIARY ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിനോണിം ഫോർ സീസ് സീസിന്റെ എന്താണ് സിനോണിം എന്ന് പറയുന്നതാണ്? സ്റ്റോപ്പ് ആണ്, സ്റ്റോപ്പ്. പരിഭാഷപ്പെടുത്തുക. പ്രസൻസ് ഓഫ് മൈൻഡ്. പ്രസൻസ് ഓഫ് മൈൻഡ് എന്താ പറയുന്നത്? പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് വെച്ചാൽ മനസാന്നിധ്യം, മനസാന്നിധ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോഡേൺ ടെക്നോളജി മേക്സ് ഇറ്റ് ഈസിയർ ദാൻ അവർ ടു eavesdrop ഓൺ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ. ഇതില് eavesdrops എന്ന് പറയുന്നതിന്റെ കറക്റ്റ് ചോദിച്ച സെന്റൻസ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ഓപ്ഷൻ ദാറ്റ് ഈസ് ക്ലോസസ്റ്റ് ഇൻ മീനിങ് ടു ദ അണ്ടർലൈൻഡ്. ഏതാണ് വരുന്നത്? ആൻസർ ഏതാ വരുന്നത്? To listen secretly to a private conversation. To listen secretly to a private conversation ആണ് eavesdropsന്റെ മീനിങ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു റിമെമ്പർ ദ പാസഞ്ചർ ഡാഷ് ട്രാവൽഡ് യെസ്റ്റർഡേ വിത്തൗട്ട് എ ടിക്കറ്റ്. അപ്പൊ എന്താ പറയുന്നത് ഇവിടെ? എന്താ? ഡു യു റിമെമ്പർ ദ പാസഞ്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാസഞ്ചർ എന്ന് വെച്ചാൽ ഒരു വ്യക്തിയാണ്, വ്യക്തിയെ കുറിച്ചാണ് പറയേണ്ടത്. അപ്പൊ അവിടെ എന്താ ആൻസർ വരാ? ഹൂ എന്നല്ലേ വരാ? ഹൂ എന്നല്ലേ വരാ? കറക്റ്റ് ഓപ്ഷൻ പ്രൊനൗൺ ഏതാ വരാ? റിലേറ്റീവ് പ്രൊനൗൺ ഏതാ വരാ? ഹൂ എന്നാണ് വരാ. Do you remember the passenger who travelled yesterday without a ticket? The passenger എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാർട്ടിൻ at a dash amount of shawarma at the party, preferring to snack on vegetables. Choose the superlative form of the adjective from the options. തന്നിരിക്കുന്നതിൽ ഏതാണ് വരുന്നത്? മാർട്ടിൻ at the dash amount of shawarma at the party, preferring to snack on vegetables എന്നാണ് പറഞ്ഞിരിക്കേണ്ടത്. അപ്പൊ എന്താ വരുന്നത്? ഏതാ വരുന്നത്? ലീസ്റ്റ് അല്ലേ? ലീസ്റ്റ്. മാർട്ടിൻ at the least amount of shawarma at the party, preferring to snack on vegetables. Next question, pursuing a graduate degree from a reputable institution these days can cost an arm and a leg. An arm and a leg എന്ന് പറയുന്നതിന്റെ കറക്റ്റ് ഫോം ആണ് ഇവിടെ കണ്ടെത്തുന്നത് കേട്ടോ. ഐഡന്റിഫൈയുടെ മീനിങ് ഓഫ് ഇഡിയം ആണ് തന്നിരിക്കുന്നത്. ആൻഡ് എ ലെഗ് എന്ന് പറയുന്ന ഇഡിയന്റെ മീനിങ് ഏതാണ്? കറക്റ്റ് വരുന്നത് ഏതാണ്? ഓക്കെ, എക്സ്പെൻസീവ് എന്നാണ് വരുന്നത് കേട്ടോ. എക്സ്പെൻസീവ് എന്നാണ് വരുന്നത്. Pursuing a graduate degree from a reputable institution these days can cost an arm and a leg എന്ന് വെച്ചാൽ എക്സ്പെൻസീവ് ആണ്. Next question, which one of the following words is an example of a common word consisting of a verb plus adverb pattern? വെർബും പ്ലസ് adverb pattern വരുന്നതാണ് തന്നിരിക്കുന്ന വേർഡ് ആണ് കണ്ടുപിടിക്കുന്നത്. ഏതാണ് വരുന്നത്? ബ്രേക്ക് ത്രൂ. ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നതാണ്. വെർബ് പ്ലസ് adverb വരികയാണെങ്കിൽ ബ്രേക്ക് ത്രൂ എന്നാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡാഷ് ഓഫ് ദ റോയൽ ഫാമിലി സ്റ്റിൽ preserve their tradition and cultural heritage. Pick out the correctly spelt word. The dash of the royal family still preserve their tradition and cultural heritage. കറക്റ്റ് വേർഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡിസെൻസിന്റെ കറക്റ്റ് വേർഡ് തന്നിരിക്കുന്നത് ഏതാണ് അറിയോ? ബി ആണ് ആൻസർ വരുന്നത്. ഡിസെൻഡൻസ് അല്ലെ? ഡിസെൻഡൻസ്. ഡിസെൻഡൻസ്. DESCENDANTS. Next question, this cloth used to fade when washed dash use the മോസ്റ്റ് സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗ് ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വെർബ് കണ്ടെത്തണം അല്ലെ? അപ്പൊ വെർബ് പറയുന്നതാണ് വാഷ്ഡ് ആണ് അവിടുത്തെ വെർബ് എന്ന് പറയുന്നത് അല്ലെ? വാഷ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഫെയ്ഡ് എന്ന് പറയാം അല്ലെ? അപ്പൊ വാഷ്ഡ് എന്ന് പറയുമ്പോൾ എന്താ പറയാ? ഡിഡ് എന്നല്ലേ വരാ? ഡിഡ് എന്നല്ലേ വരാം? ഡിഡ് എന്നാണ് വരാ അല്ലെ? ഡിഡ് എന്നാണ് വരാ. ഇവിടെ നമുക്ക് നെഗറ്റീവ് ഒന്നുമില്ലല്ലോ, നെഗറ്റീവ് ഒന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ഉപയോഗിച്ചു? ഡിഡിന്റ് എന്ന് ഉപയോഗിച്ചു. ഡിഡിന്റ് എന്ന് ഉപയോഗിച്ചു. ദ ക്ലോത്ത് നമ്മൾ എന്ത് ചെയ്തു? ക്ലോത്ത് നമ്മൾ ഇറ്റിന് കൊടുത്തു അല്ലെ? ഡിഡിന്റ് ഇറ്റ് എന്നാണ് അവിടെ ആൻസർ വരുന്നത്. ദ ക്ലോത്ത് യൂസ് ടു ഫെയ്ഡ് വെൻ വാഷ്ഡ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ വരാ? ഡിഡിന്റ് ഇറ്റ് എന്നാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ക്ലോസ് ദ വിൻഡോ ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ്? ക്ലോസ് ദ വിൻഡോ നമ്മൾ എന്താ പറയാ? ക്ലോസ് ദ വിൻഡോ ഒരു ഇതുപോലെ പറയാം. ലെറ്റ് ദ വിൻഡോ ബി ക്ലോസ്ഡ് എന്നാ വരാ? ലെറ്റ് ദ വിൻഡോ ബി ക്ലോസ്ഡ് എന്നാണ്. പാസീവിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ലെറ്റ് ദ വിൻഡോ ബി ക്ലോസ്ഡ്. ലെറ്റ് ബി അല്ലെ? ലെറ്റ് ദ വിൻഡോ ബി ക്ലോസ്ഡ്. ബി ക്ലോസ്ഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രിൻസിപ്പൽ ഓർഡേർഡ് dash of paper into print students hall tickets. Fill in the blank is the most suitable collective noun from the options given. Collective noun ആണ് ചോദിച്ചിരിക്കുന്നത്. The principal ordered a dash of a paper. പേപ്പറിന് മുമ്പിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? എന്താ ഉപയോഗിക്കുന്നത്? റീം. റീം ഓഫ് എ പേപ്പർ എന്നാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. റീം ഓഫ് പേപ്പർ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ മാനേജർ ആസ്ക്ഡ് രജി വൈ ഡിഡിൻ യു കം ടു ദ ഓഫീസ് യെസ്റ്റർഡേ. ദ മാനേജർ ആസ്ക്ഡ് രജി കംപ്ലീറ്റ് ദ റിപ്പോർട്ടഡ് സ്പീച്ച്. റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താ വരാം? വൈ ആണ്, WHO ആണല്ലേ വന്നിരിക്കുന്നത്, ഹു ആണ് വന്നിരിക്കുന്നത്, WHO ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ WHO ക്വസ്റ്റ്യൻസ് അതായത് ഹു എന്ന് പറയാ, ഹു, വാട്ട്, വിച്ച് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഹൗ എന്നൊക്കെ പറയുന്ന ഇതാണല്ലേ വരുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ഉപയോഗിക്കുക? അവിടെ ഇങ്ങനത്തെ സെന്റൻസിൽ കണക്ടറിന്റെ ആവശ്യം വരില്ല. നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതിയതിനു ശേഷം നമ്മൾ വെയർ ആണ് തന്നിരിക്കുന്നത് അല്ലെങ്കിൽ ബൈ ആണ് തന്നിരിക്കുന്നത്, അത് എന്താണോ ആ ഫോം തന്നിരിക്കുന്നത് അത് എഴുതുക. അതിനുശേഷം അതിനെ ഫസ്റ്റ് ടെൻസ് ആക്കുക. അല്ലെങ്കിൽ തന്നിരിക്കുന്നതാണ് ദ മാനേജർ ആസ്ക്ഡ് രജി വൈ ഡിഡിൻ യു കം ടു ദ ഓഫീസ് യെസ്റ്റർഡേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? വൈ ഷീ ഹാഡിൻഡ് കം ടു ദ ഓഫീസ് ദ പ്രീവിയസ് ഡേ. യെസ്റ്റർഡേ നമ്മൾ എഴുതി പ്രീവിയസ് ഡേ. അപ്പൊ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും 2025 ചോദിച്ചാൽ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഇനിയും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യാനുണ്ട്. അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അടുത്ത ക്ലാസ്സിനായിട്ട് വീണ്ടും കാണാം.